ഹലോ, അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് ഞാൻ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാലയും ഇട്ടതിന് ശേഷം ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിലായിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചതിന് ഒന്നിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പുതിനയില, അതിൻ്റെ ഇരട്ടി അളവിലായിട്ട് വേണം അടുത്ത് മല്ലിയില ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ബീഫ് ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ വിസിലേൽപ്പിക്കുക. ഞാനൊരു 7-8 വിസിൽ വരെ കേൾപ്പിക്കുന്നുണ്ട്. ഇനി അടുപ്പിലേക്ക് വേറൊരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ അളവിലേക്ക് സൺഫ്ലവർ ഓയിലും ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് ചൂടാക്കിയിട്ട് കുറച്ച് സവാള ഒന്ന് വറുത്തെടുക്കുക. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് വേണം വറുക്കാനായിട്ട്. ഇനി ഒരു ബിരിയാണി പോട്ടിലേക്ക് നേരത്തെ നമ്മൾ സവാള വറുക്കാൻ ഉപയോഗിച്ച എണ്ണയുണ്ടല്ലോ, അതൊന്ന് ഒഴിച്ച് കൊടുക്കുക. എല്ലാമല്ല, കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഗ്രാമ്പൂ, പിന്നെ ഏലക്ക ഇങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ള അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കപ്പ് അരിയാണ്. എന്ന് വെച്ചാൽ 250 കപ്പ് അളവിൽ 2 കപ്പ്. അപ്പോൾ 500 ഗ്രാമാണ് ഞാൻ എടുത്തിട്ട്. 1/2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അളവിന് 2 കപ്പ് അളവെന്നുള്ള രീതിയിലാണ് വെള്ളം എടുക്കേണ്ടത്. അങ്ങനെ ഞാനിതിൽ 4 കപ്പ് അളവ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് വിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഉപ്പിടുമ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും വെള്ളത്തിൽ നിന്ന് കുറച്ച് മുന്നിട്ട് വേണം ഉപ്പ് നിൽക്കാനായിട്ട്. എങ്കിലേ ചോറിന് കറക്റ്റ് അളവിന് ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനെ ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നേരത്തെ നമ്മൾ വേകാനായിട്ട് വെച്ച ബീഫ് ഇപ്പോൾ കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഒരു കുക്കറിലേക്ക് നേരത്തെ സവാള നമ്മൾ വറുത്തെടുത്ത എണ്ണ ബാക്കിയെല്ലാം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത്തിരി ഒരു പരുവത്തിനാക്കിയതിന് ശേഷം ഞാൻ അതിൽ കുറച്ച് ഉപ്പിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മളെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതിൻ്റെ ബാക്കിയുള്ളതെല്ലാം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒരു പച്ച മണമൊന്ന് മാറിക്കിട്ടണം. അതുവരത്തേക്ക് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 പിടി അളവിൽ മല്ലിയിലയും 1/4 പിടി അളവിൽ പുതിനയില ഇട്ട് കൊടുക്കുക. നമ്മളെപ്പോഴും മല്ലിയില എടുക്കുമ്പോൾ അതിൻ്റെ പകുതി വേണം പുതിനയില എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയുടെ പകുതി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നു. അധികം പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്.
ഈ തൈരും കൂടെ ഇട്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച അരി ഇട്ട് കൊടുക്കുക. നമ്മൾ ലെയറായിട്ടൊന്നുമല്ലാണ്, താഴെ തട്ടിൽ മൊത്തം ബീഫ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ചോറും ഞാനിതിങ്ങനെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി വന്ന വറുത്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം, ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് മസാല എന്ന് വെച്ചാൽ ബിരിയാണി മസാല വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വിസിൽ മാറ്റി വെച്ച കുക്കറിൻ്റെ അടപ്പ് ഇതിൽ മേലിലോട്ടിട്ട് അടച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഓഫാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് വരെ അങ്ങനെ തന്നെ അനക്കാതെ വയ്ക്കുക. നമ്മൾ ഈ അടപ്പ് എടുക്കാനേ പാടില്ല, അത് കഴിഞ്ഞ് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.